Hi everyone, welcome to another video lecture by Alwafa Media on the chapters of Plus 2 English. പ്ലസ് ടു ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നേരെ ചാപ്റ്ററിലേക്ക് പോവാണ്. പേജ് നമ്പർ 75, നിങ്ങളുടെ ടെക്സ്റ്റിൽ 75 ആണ്. ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഫസ്റ്റ് മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷനോട് കൂടിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കും അത്. ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ലോകത്ത് ഉണ്ടായിത്തീരണമെന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആ മാറ്റം എന്താണ്? ആ മാറ്റമായി തീരണം നിങ്ങൾ. നിങ്ങളായിട്ട് മാറ്റം തുടങ്ങണം. നിങ്ങൾ ആദ്യം മാറണം, അല്ലേ? നമ്മൾ ലോകത്തെല്ലാവരും മാറി വരട്ടെ, എല്ലാവരും നല്ല മനുഷ്യരാവട്ടെ, എൻ്റെ ചുറ്റുപാടത്തുള്ളവരൊന്നും എന്നോട് ദേഷ്യപ്പെടാതിരിക്കട്ടെ, അപ്പോൾ ഞാനും ദേഷ്യപ്പെടാത്തവനായി മാറാം എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ആദ്യം നമ്മൾ മാറണം. ബി ദ ചേഞ്ച്. നമ്മൾ ആ മാറ്റമായി മാറണം. ഏത് മാറ്റം? യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ മാറാൻ ആരംഭിക്കുമ്പോൾ മാത്രമാണ് ലോകം മുഴുവൻ മാറി വരുള്ളൂ എന്ന ഗാന്ധിയുടെ വളരെ വിഖ്യാതമായ കോട്ടോട് കൂടിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ചാലഞ്ചസ്, ചാപ്റ്ററിൻ്റെ പേരതാണ്, അല്ലേ? ജീവിതത്തിലെ ചാലഞ്ചസിനെ കുറിച്ച്, ചാലഞ്ചസ് വ്യത്യസ്തമായും വിദഗ്ധമായും നേരിടുന്ന ആളുകളുടെ സക്സസ്ഫുൾ ലൈഫിനെ കുറിച്ച് പറയുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ പുതിയ വഴികളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില ഉൾക്കാഴ്ചകൾ നൽകുന്ന ചാപ്റ്ററുകളാണ് ഇതിലുള്ളത്. ഇതിലെ ഫസ്റ്റ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്, പേജ് നമ്പർ 77. എ 3-wheel revolution. 3 ചക്രമുള്ള ഒരു വിപ്ലവം. ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ടീനേജറെ കുറിച്ചാണ്. ഒരു കൗമാരപ്രായക്കാരനായ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. കഥയല്ല, ഇതൊരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സംരംഭകനായിട്ട് മാറി, ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിച്ചു, എൻ്റർപ്രണറായിട്ട് മാറി. എൻ്റർപ്രണർഷിപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശേഷിയാണ്, അല്ലേ? അങ്ങനെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റർപ്രണറായി മാറുകയും അദ്ദേഹം സക്സസ്ഫുള്ളായി തീരുകയും ചെയ്തു. എന്താണ് ആ സംഭവം? അദ്ദേഹം 3-wheel revolution സാധ്യമാക്കി. അതെന്താ? 3-wheel, 3 വീലുള്ള റിക്ഷ വലിക്കുന്ന പാവപ്പെട്ട വളരെ ഡൗൺ ട്രോഡനായ ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കി, അവർക്ക് ഹെൽപ്പുകൾ നൽകി, അവർക്ക് ബാങ്ക് വായ്പകൾ എടുക്കാനുള്ള സൗകര്യങ്ങൾ നൽകി, അവരെ എംപവർ ചെയ്ത് വലിയൊരു ബിസിനസ്സായിട്ട് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരികയും അദ്ദേഹം അതൊരു ബിസിനസ്സാക്കി വളർത്തുകയും ചെയ്ത വളരെ മികച്ച ഒരു എൻ്റർപ്രണർഷിപ്പാണ് ഇദ്ദേഹം നടത്തിയത്. അങ്ങനെ ഈ കുട്ടിയെക്കുറിച്ചുള്ള ഇർഫാൻ ആലം എന്ന് പേരുള്ള ഈ സംരംഭകനോടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. മീറ്റ് ഇർഫാൻ ആലം, ആൻ എൻ്റർപ്രണർ ഹു ചേഞ്ചസ് ദ ലൈവ്സ് ഓഫ് മെനി പീപ്പിൾ ത്രൂ ഹിസ് ഇന്നോവേറ്റീവ് എൻ്റർപ്രൈസ്. അദ്ദേഹത്തിൻ്റെ വളരെ വിദഗ്ധമായ ഒരു കണ്ടെത്തലിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു എൻ്റർപ്രണറാണ് ഇർഫാൻ ആലം. ഹിയർ ഈസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഹിം. അദ്ദേഹത്തോടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ചാപ്റ്റർ 3-wheel revolution. ഓക്കെ. ഇഫ് വി എക്സ്പെക്ട് ടു ലിവ് ഇൻ എ ഹാപ്പിയർ വേൾഡ്, കൂടുതൽ സന്തോഷമുള്ള ഒരു ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടോ? കൂടുതൽ സന്തോഷമുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ അരികിൽ നിൽക്കുന്ന, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന, അതായത് ഫിനാൻഷ്യലി ഇക്കണോമിക്കലി വീക്ക് സെക്ഷനിന്, സൊസൈറ്റിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ നിങ്ങൾ എംപവർ ചെയ്യണം. അവരിലൂടെ മാത്രമാണ് ലോകത്ത് ഒരു സന്തോഷം കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പറയുന്ന ഒരു കോട്ട്. ദെൻ ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ നമുക്കറിയാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നു, അദ്ദേഹം അതിന് മറുപടി നൽകുന്നു. അങ്ങനെയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? ഇങ്ങനൊരു ആശയം, 3-wheel revolution എന്ന ഒരാശയം, ഈ റിക്ഷാവാലകളെ സംഘടിപ്പിച്ച് വലിയൊരു വിപ്ലവാത്മകമായ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുക എന്ന ആശയം നിങ്ങൾക്ക് തോന്നിയത് എപ്പോഴാണ്, എങ്ങനെയാണ്? കൺസീവ്, അത് രൂപകൽപ്പന ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, ആശയം ഉണ്ടാക്കിയെടുക്കുക. അത് എന്നാ സംഭവിച്ചത്? I was 17 years old. എനിക്കന്ന് 17 വയസ്സായിരുന്നു പ്രായം. I was traveling in a rickshaw
ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ജേർണി, ഞാൻ ഒരു റിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. യാത്രാമധ്യേ ഐ വാസ് വെരി തേഴ്സ്റ്റി, എനിക്ക് ഭയങ്കരമായ ദാഹം തോന്നി. ഐ ആസ്ക്ഡ് ദ റിക്ഷ പുള്ളർ ഇഫ് ഹി ഹാഡ് എനി വാട്ടർ. റിക്ഷ വലിക്കുന്നയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് വെള്ളമുണ്ടോ? ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ക്യാരി വാട്ടർ ബോട്ടിൽസ്. അദ്ദേഹം പറഞ്ഞു വാട്ടർ ബോട്ടിൽസ് ഒന്നും കയ്യിലില്ല. കാരണം ഹി ഡിഡ് നോട്ട് ഹാവ് മണി ടു ബൈ ആൻഡ് സ്റ്റാക്ക് ദം. അവ വാങ്ങി ശേഖരിച്ചു വെക്കാനുള്ള ക്യാഷ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. It set me thinking and I immediately realized that ആ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? there was a market, ഇവിടെ ഒരു വിപണന സാധ്യതയുണ്ട്. there was a market എന്നാൽ ഈ ഒരു മേഖലയിൽ ഒരു കച്ചവട സാധ്യതയുണ്ട്. എന്താ കച്ചവടം? ഫോർ സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷ. റിക്ഷകളിൽ വാട്ടർ ബോട്ടിൽ വിറ്റാൽ അത് നല്ലൊരു മാർക്കറ്റാണ്. കാരണം ഇപ്പോൾ റിക്ഷാവാലകൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങാനുള്ള സൗകര്യം, അതിനുള്ള പണമൊന്നും പലരുടെ കയ്യിലും ഇല്ല. ദ വെരി നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം തന്നെ, ഐ ടോക്ക് ടു 5 റിക്ഷാ പുള്ളേഴ്സ്. ഞാൻ 5 റിക്ഷാവലിക്കാരോട് സംസാരിച്ചു. ആൻഡ് ഗേവ് ദം ഈച്ച്, അവർ ഓരോരുത്തർക്കും ഞാൻ നൽകി 8 ബോട്ടിൽസ് ഓഫ് വാട്ടർ, 8 ബോട്ടിൽ വെള്ളം നൽകി. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു, ദാറ്റ് ഫോർ എവറി ബോട്ടിൽ ദേ സോൾഡ്, അവർ വിൽക്കുന്ന ഓരോ ബോട്ടിലിനും വി വുഡ് മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 2 rupees, 2 രൂപ ലാഭം ലഭിക്കും. വിച്ച് വി കുഡ് സ്പ്ലിറ്റ് ഇൻ ഹാഫ്, ആ ലാഭം നമുക്ക് നേർപകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റീഡ്, ഓരോ റിക്ഷക്കാർക്കും 8 ബോട്ടിൽ വെള്ളം നൽകി. നിങ്ങൾ എത്ര ബോട്ടിലാണോ വിൽക്കുന്നത് ആ ഒരു ബോട്ടിലിന് 2 രൂപയാണ് ലാഭം. ഈ ലാഭത്തിൻ്റെ 1 രൂപ നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ, അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ അദ്ദേഹം 5 പേർക്ക് 8 വീതം വെള്ള കുപ്പികൾ നൽകി. ദ വെരി ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം ഐ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 8 rupees, എനിക്ക് 8 രൂപയുടെ ലാഭമുണ്ടായി. അല്ലേ? അപ്പോൾ അതൊരു ബിസിനസ്സാക്കി, ഒരു ചെറിയൊരു സംരംഭം അല്ലേ? ഈ ചിന്തയിൽ നിന്നാണ് ഇദ്ദേഹം എൻ്റെ ഈ വലിയ 3 wheel റെവല്യൂഷൻ എന്ന ആശയം, ഈ സോഷ്യൽ റെവല്യൂഷൻ, സോഷ്യൽ ചേഞ്ച് സാധ്യമാക്കിയ ഒരു ഇക്കണോമിക് റെവല്യൂഷൻ സാധ്യമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Next question, you're very young when you came up with and executed this idea. അപ്പോൾ ഈ ആശയം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ വളരെ യങ് ആയിരുന്നു, വളരെ ചെറുപ്പമായിരുന്നു അല്ലേ? യെസ്, ഐ ഗസ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഊഹിക്കുന്നത്, ഞാൻ കരുതുന്നത്, എൻട്രപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. ഈ സംരംഭകത്വം, ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള, കച്ചവടം തുടങ്ങാനുള്ള എൻട്രപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്, അതെൻ്റെ രക്തത്തിൽ തന്നെ ഉള്ളതാണ് എന്ന്, അതെൻ്റെ സ്വഭാവത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഐ ഹാഡ് എൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്, ഒരുപാട് നേരത്തെ തന്നെ എനിക്ക് ബിസിനസ്സിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഡ്യൂറിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഇൻ 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ എന്താ സംബന്ധിച്ചാൽ ഓഹരി വിപണിയിലുണ്ടായ ഒരു തട്ടിപ്പാണ്. ആ സമയത്ത് മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കൾക്കും ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പണം നഷ്ടമായി. ദാറ്റ് ഈസ് വെൻ, അന്നേരത്താണ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയത്. ആൻഡ് ബിഗാൻ റിസർച്ചിങ് ഓൺ വേരിയസ് കമ്പനീസ്. അങ്ങനെ ഞാൻ തുടങ്ങി റിസർച്ചിങ് ഓൺ വേരിയസ് കമ്പനീസ്, വിവിധ കമ്പനികളെ കുറിച്ച് റിസർച്ച് നടത്താൻ തുടങ്ങി. ഓരോ കമ്പനികളുടെയും ഓഹരികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് റിസർച്ച് നടത്തിയാലും ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിച്ച് അങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഇൻട്രസ്റ്റിംഗ്ലി, യൂസിങ് മൈ അഡ്വൈസ്, ഓൾ ഓഫ് മൈ ഫാദേഴ്സ് ഫ്രണ്ട്സ് റീകവേർഡ് ദെയർ ലോസസ്. അങ്ങനെ എൻ്റെ അഡ്വൈസ്, എൻ്റെ നിർദ്ദേശപ്രകാരം ഡിപ്പോസിറ്റ് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ നഷ്ടം റീകവർ ചെയ്തു. അപ്പോൾ പിന്നീട് അച്ഛനും സുഹൃത്തുക്കൾക്കും ഞാനാണ് അഡ്വൈസസ് കൊടുത്തത്. എൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ നിക്ഷേപിക്കുകയും അങ്ങനെ അവരുടെ നഷ്ടം തിരിച്ചെടുക്കുകയും ചെയ്തു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഫിറ്റ്സ്. എല്ലാവർക്കും ലാഭം ലഭിക്കാനും തുടങ്ങി. ദിസ് ഇനാബിൾഡ് മീ, ഈ കാര്യമാണ് എന്നെ കഴിവുള്ളവനാക്കിയത്. എന്തിന്? ടു സ്റ്റാർട്ട് മൈ ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം അറ്റ് ദി ഏജ് ഓഫ് 13. എൻ്റെ 13-ാമത്തെ വയസ്സിൽ
എൻ്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനി ആരംഭിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ സംഭവമാണ്. എന്താ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അസോസിയേഷൻ്റെ, ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ പ്രൊജക്റ്റുകൾ, അവരുടെ പുതിയ പദ്ധതികൾ, അവരുടെ വ്യാപാര ശൃംഖലകൾ, കരാറുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിസർച്ച് നടത്തിയിട്ട് ഏതാണ് മികച്ചത്, ഏതാണ് കമ്പനിയുടെ മികച്ച വളർച്ചയ്ക്ക് നല്ലത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നതിനാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. അതിന് കാരണമായ സംഭവമാണ് 1992 സ്കാമിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും സുഹൃത്തുക്കളെയും പിന്നീട് രക്ഷപ്പെടുത്തിയത് എൻ്റെ ബുദ്ധിയാണ്, അല്ലേ, തൻ്റെ റിസർച്ചാണ്. ആ റിസർച്ചിലൂടെയാണ് പിന്നീട് ഇത് ആരംഭിച്ചത്. നെക്സ്റ്റ് പേജ്, വെൻ മൈ പാരൻസ് ഫൗണ്ട് ഔട്ട് ദാറ്റ്, എൻ്റെ രക്ഷിതാക്കൾക്ക് മനസ്സിലായപ്പോൾ എന്ത്, ഐ വാസ് ഡാബ്ലിങ് ഇൻ ദ റിക്ഷ സെക്ടർ ആസ് വെൽ. റിക്ഷ സെക്ടറിലും, റിക്ഷയിൽ വെള്ളം വിൽക്കുന്ന പരിപാടി പറഞ്ഞല്ലോ, ആ സെക്ടറിലും ഞാൻ ഡാബ്ലിങ് ചെയ്യുകയാണെന്ന്. ഡാബ്ലിങ് എന്ന് പറഞ്ഞാൽ ഗൗരവമില്ലാതെ ഒരു തമാശയായിട്ട് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമാണെന്ന് മനസ്സിലായപ്പോൾ ഒരു കുട്ടിക്കളി, എന്നാൽ ചെറിയ കുട്ടിയല്ലേ, they pulled me aside, എന്നെ അവർ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, and asked me to stop doing it and concentrate on my studies. ഇത്തരം കാര്യങ്ങൾ നിർത്താനും ഇപ്പോൾ എൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കാനും അവർ നിർബന്ധിച്ചു. സോ അങ്ങനെ ഐ ഷെൽഡ് ഇറ്റ്, ഞാനത് തൽക്കാലത്തേക്ക് എടുത്തു വെച്ചു. ഷെൽ എന്ന് വെച്ചാൽ അലമാരയിൽ വെക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ ആ ഒരു സ്വഭാവം എടുത്തു വെച്ചു. ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻ, എൻ്റെ താല്പര്യം, ബിസിനസ്സിലുള്ള താല്പര്യം നെവർ വെയിൻ, അത് മാഞ്ഞു പോയില്ല. ഐ കെപ്റ്റ് റീഡിങ് ആൻഡ് റിസർച്ചിങ്, ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ റിസർച്ച് നടത്തിക്കൊണ്ടേയിരുന്നു ഓൺ ദിസ് സെക്ടർ, ഈ മേഖലയിൽ, ഈ ഓഹരി വിപണിയിൽ, കച്ചവടത്തിൻ്റെ മേഖല, ഓൾ ത്രൂ മൈ കോളേജ് ഡേയ്സ് ഇൻ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ പെർസ്യൂഡ് മൈ മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി. ഫോറിൻ ട്രേഡിൽ PG എടുത്തത് എവിടെ നിന്നാണ്? പോണ്ടിച്ചേരിയിൽ നിന്നാണ്. ആ സമയത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും വായിക്കുകയും റിസർച്ച് നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? ഈ ഒരു ആശയത്തെ പിന്നീട് പുനരുജ്ജീവിപ്പിച്ചത് എന്താണ്? എന്തായിരുന്നു ആ സ്പാർക്ക്, ആ ഒരു തീജ്വാല എന്തായിരുന്നു? അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു റിക്ഷക്കാർക്കിടയിലുള്ള വെള്ളം വിൽപ്പന അത് അവിടെ ഉപേക്ഷിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഉപേക്ഷിച്ചു, പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി. പിന്നീട് ഇത് സംഭവം ഈ 3 വീൽ റെവല്യൂഷനായി മാറിയത് എന്നാണ്? അതിനുള്ള ഒരു സ്പാർക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇൻ 2006 an Indian TV show called ബിസിനസ് ബാസിക എന്ന പേരുള്ള ഒരു ഇന്ത്യൻ TV ഷോ launched an entrepreneur hunt. അവരൊരു പ്രോഗ്രാം തുടങ്ങി, ലോഞ്ച് ചെയ്തു. എന്താ? entrepreneur hunt. ഓരോ മേഖലയിലുള്ള മികച്ച ആളുകളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഹണ്ട് നടത്താറുണ്ട്. entrepreneur ഹണ്ടാണ് നടത്തിയത്, സംരംഭകർക്കുള്ള ഒരു ഹണ്ട്. എന്താ സംഭവം? ആൻഡ് സൊളിസിറ്റഡ് ഐഡിയാസ് ഫോർ ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ്സുകൾക്കുള്ള ആശയങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു. ഐ എൻറ്റേർഡ് ദിസ് കോൺടെസ്റ്റ് വിത്ത് എ ബിസിനസ് പ്രപ്പോസൽ. ഞാൻ ഈ മത്സരത്തിൽ എൻ്റെ ഒരു ബിസിനസ് പ്രപ്പോസലുമായിട്ട് ഞാൻ എൻ്റർ ചെയ്തു. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ. എൻ്റെ ആശയം എന്തായിരുന്നു? ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ, റിക്ഷാവലിക്കാരുടെ മേഖലയെ ഓർഗനൈസ് ചെയ്യുക, അവർക്കൊരു ഒരുമയുണ്ടാക്കുക. എന്നിട്ടോ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രൊഫിറ്റബിൾ വെഞ്ചർ, അതിനെ വളരെ ലാഭകരമായ ഒരു പദ്ധതിയാക്കി വളർത്തിയെടുക്കുക. അക്കോർഡിംഗ് ടു മൈ പ്രപ്പോസൽ, എൻ്റെ ഈ ബിസിനസ് പ്രപ്പോസൽ അനുസരിച്ച് റിക്ഷാസ് വേർ ടു ബി റീഡിസൈൻഡ്, റിക്ഷകൾക്കൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ മോഡലിൽ ചെറിയ മാറ്റം വരുത്തണം. എന്തിനാണ്? സോ ദാറ്റ് ദ സ്പേസസ് ഓൺ ദ വെഹിക്കിൾസ് കുഡ് ബി സോൾഡ് ഫോർ ദ പർപ്പസസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. അങ്ങനെ ഈ റീഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്? റിക്ഷകളിലെ കുറച്ച് സ്ഥലങ്ങൾ പരസ്യത്തിന് വേണ്ടിയും ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയും, ഓരോ കമ്പനികളുടെ പരസ്യത്തിനും ഓരോ ബ്രാൻഡുകളുടെ പ്രൊമോഷനും വേണ്ടി നമുക്ക് ഈ സ്പേസ് വിൽക്കാൻ പറ്റും. അങ്ങനെ പരസ്യങ്ങൾ കൊടുക്കാവുന്ന രൂപത്തിൽ റിക്ഷയുടെ ഷേപ്പ് ഒന്ന് റീഡിസൈൻ ചെയ്യണമായിരുന്നു. ഓൾസോ ഐ ഇൻഡിക്കേറ്റഡ് ദാറ്റ് additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. എൻ്റെ മറ്റൊരാശയം, ഈ റിക്ഷക്കാർക്ക് എന്ത് ചെയ്യാം? പാസഞ്ചേഴ്സിന് ആവശ്യമുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ, ഇപ്പോൾ വാട്ടർ ബോട്ടിൽ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, പിന്നെ മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുടെ റിക്ഷയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ യാത്രക്കാർക്ക് വിൽപ്പന നടത്താം, അങ്ങനെയും ലാഭമുണ്ടാക്കാം. ഇങ്ങനെ 2 ആശയങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഐ വൺ ദ ഷോ, ആ ഷോയിൽ
ഞാൻ വിജയിച്ചു. ആൻഡ് വാസ് ഓഫേർഡ് ദ സീഡ് മണി ഓഫ് ₹150 lakhs. 150 ലക്ഷം രൂപയുടെ സീഡ് മണി അവർ വാഗ്ദാനം ചെയ്തു. അതായത് ഈ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ആ ചാനൽ ഇങ്ങനെ ഒരു ക്യാഷ് വാഗ്ദാനം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദി സീഡ് മണി? ഈ സീഡ് മണി ഉപയോഗിച്ചാണോ സമ്മാൻ ആരംഭിച്ചത്? സമ്മാൻ എന്നാണ് ഈ നമ്മൾ പറഞ്ഞ 3 wheel റെവല്യൂഷൻ്റെ പേര്. ഈ റിക്ഷാവാലകളെ സംഘടിപ്പിച്ച് ഇതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആക്കി മാറ്റിയ റെവല്യൂഷന് അല്ലെങ്കിൽ ആ സംരംഭകത്വത്തിന് ഇട്ട പേരാണ് സമ്മാൻ. ഓക്കെ, അപ്പോൾ ഈ സമ്മാൻ പദ്ധതി ആരംഭിച്ചത് ഈ ചാനലിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ടാണോ? നോ, അല്ല. ഐ വെരി സൂൺ റിയലൈസ് ദാറ്റ്, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി, ദി എൻട്രി ബാരിയർ ടു ദിസ് ബിസിനസ് വാസ് വെരി ലോ. ഈ ബിസിനസ് ആരംഭിക്കാനുള്ള എൻട്രി ബാരിയർ, തുടക്കത്തിലുള്ള പ്രയാസം, അത് വളരെ ലോ ആണ്, വളരെ ചെറുതാണ്. ദ ഓൺലി വേ ടു സസ്റ്റെയിൻ ദിസ് ബിസിനസ്, പക്ഷേ ഈ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എന്താണ്? വാസ് ടു ഏൺ ദ ലോയൽറ്റി ഓഫ് ദ റിക്ഷാ പുളേഴ്സ്. ഈ റിക്ഷാവലിക്കാരുടെ ലോയൽറ്റി, അവർക്ക് നമ്മളോടുള്ള ഒരു ബന്ധം അത് വളർത്തിയെടുക്കണം. ആദ്യം ആളുകളെ ലോയലാക്കി മാറ്റണം, എന്നാൽ മാത്രമേ. അപ്പോൾ അതിനാദ്യം അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, അവരുടെ ലൈഫിൽ നമ്മളൊരു ചേഞ്ച് വരുത്തണം, എന്നാലല്ലേ അവർ നമ്മളോട് ഇങ്ങോട്ട് ലോയലായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് വേണം ഇത് ബിസിനസ് നിലനിർത്തണമെങ്കിൽ എന്ന് എനിക്ക് മനസ്സിലായി. ഐ വോണ്ടഡ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ്, ID cards ആൻഡ് യൂണിഫോംസ് ടു ദ റിക്ഷാ പുളേഴ്സ്. അപ്പോൾ അവരെ ലോയലാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാം, അവർക്ക് ID കാർഡ്സ് കൊടുക്കാം, അവർക്ക് യൂണിഫോം പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഐ വോണ്ടഡ് ടു റൺ ദിസ് ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത് ലാഭത്തിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലാതെ പ്രവർത്തിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ടു ബി ഓണസ്റ്റ് വിത്ത് യു, നിങ്ങളോട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ സമയത്ത് ഞാൻ ഈ പദ്ധതിയെ ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഐ ജസ്റ്റ് തോട്ട് ദാറ്റ്, ഞാൻ കേവലം ചിന്തിച്ചത് എന്തായിരുന്നു, ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് വേ ടു സസ്റ്റെയിൻ ദ ബിസിനസ് ആൻഡ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ബാങ്ക്സ് ടു ഗിവ് ഔട്ട് ലോൺസ്. ഞാൻ ചിന്തിച്ചത് ഈ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു മികച്ച വഴിയായിട്ട് മാത്രമാണ്. ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ റിക്ഷാവലിക്കാർക്ക് നമ്മളോട് ഒരു ബന്ധം വേണം, അവർ നമ്മളോട് അനുസരണയുള്ളവർ, ലോയലായിരിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ടെക്നിക്ക് മാത്രമായിട്ടാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് വേ ടു സസ്റ്റെയിൻ ദ ബിസിനസ് ആൻഡ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ബാങ്ക്സ് ടു ഗിവ് ഔട്ട് ലോൺസ്. ബാങ്കുകൾക്ക് ഈ റിക്ഷാവലിക്കാർക്ക് ലോൺ കൊടുക്കലും എളുപ്പമായിട്ട് മാറും. സിൻസ് ദി ഓർഗനൈസേഴ്സ് ഓഫ് ദ TV ഷോ ഡിഡ് നോട്ട് അഗ്രി ടു ദിസ് മോഡൽ. പക്ഷേ ഈ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന, ഇങ്ങനെ കുറേ വോളണ്ടറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കാര്യം TV ഷോക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഐ എൻഡഡ് അപ്പ് റെഫ്യൂസിങ് ദ സീഡ് ക്യാപിറ്റൽ. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവർ വാഗ്ദാനം ചെയ്ത 150 lakhs സീഡ് മണി, ഈ സംരംഭം ആരംഭിക്കാനുള്ള തുക, അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ സോഷ്യൽ വെഞ്ചർ? പിന്നീട് എപ്പോഴാണ് ഇതൊരു സോഷ്യൽ വെഞ്ചറായിട്ട്, ഒരു സാമൂഹിക പദ്ധതിയായിട്ട് മാറിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. ഞാൻ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ about the lives of the rickshaw pullers, റിക്ഷാവലിക്കാരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ആൻഡ് ദെയർ പ്ലൈറ്റ്, അവരുടെ വിഷമാവസ്ഥയെക്കുറിച്ചും, ഇറ്റ് ടേൺ ഇൻ ടു എ സോഷ്യൽ കോസ്, അതൊരു സാമൂഹിക വിഷയമായിട്ട് മാറി. ഇതൊരു സാമൂഹിക പദ്ധതിയായിട്ട് മാറാനുള്ള കാരണം ഞാൻ റിക്ഷാ പുള്ളേഴ്സിൻ്റെയും അവസ്ഥ, അവരുടെ ജീവിതവും അവരുടെ വിഷമാവസ്ഥകളും കൃത്യമായിട്ട് കൂടുതൽ മനസ്സിലാക്കി എന്നതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്, there are about 10 million rickshaws operating in India. ഇന്ത്യയിൽ ഏകദേശം 10 മില്യണോളം റിക്ഷകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. ഈ റിക്ഷാ പുള്ളേഴ്സിൽ നല്ലൊരു ശതമാനവും സ്വന്തം റിക്ഷയല്ല, അവർ റിക്ഷ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാടക ഇനത്തിൽ ഒരു ദിവസം 30 രൂപ മുതൽ 40 രൂപ വരെ അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദ മണി ദേ മേക്ക്, അവരുണ്ടാക്കുന്ന പണം, ആഫ്റ്റർ പേയിങ് ദ റെൻറ്റ്, ഈ വാടക കൊടുത്തതിന് ശേഷം, ഈസ്
barely sufficient to sustain their families. അവരുടെ ഫാമിലികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം സഫിഷ്യൻ്റ് ആയിരുന്നില്ല. വളരെ തുച്ഛമായൊരു സംഖ്യയാണ് അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. ദേ കണ്ടിന്യൂ ടു റിമൈൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. അങ്ങനെ അവർ ഈ റിക്ഷാവലിക്കാർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിലും അവർ ഈ സാമ്പത്തിക ക്രമത്തിൽ സൊസൈറ്റിയുടെ ഏറ്റവും താഴെത്തട്ടിൽ തന്നെ അവശേഷിച്ചു. കണ്ടിന്യൂ ടു റിമൈൻ, അവർ അവശേഷിച്ചു അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്, പിരമിഡിൻ്റെ അവസാനത്തെ തട്ടിൽ, താഴെ തന്നെ. പിരമിഡിൻ്റെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ഏറ്റവും കുറഞ്ഞവർ താഴെ, കൂടിയവർ മുകളിൽ, അങ്ങനെയുള്ള ഒരു നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പിരമിഡ് ഷേപ്പിലാണ് പഠിക്കുക. ആ പിരമിഡിൻ്റെ ഏറ്റവും താഴെ അവർ അവശേഷിച്ചു. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന ആ സംഭവം. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, എനിക്ക് തോന്നി ഇഫ് ഐ കുഡ് ക്രിയേറ്റ്, എനിക്ക് സാധ്യമാവുകയാണെങ്കിൽ, സൃഷ്ടിക്കുക സാധ്യമാണെങ്കിൽ, എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ ദാറ്റ് കുഡ് എംപവർ, ഈ ഓർഗനൈസേഷൻ എന്ത് കഴിയണം, ടു ദാറ്റ് കുഡ് എംപവർ ദ റിക്ഷാ പുള്ളേഴ്സ്, റിക്ഷാ പുള്ളേഴ്സിനെ എംപവർ ചെയ്യാൻ പറ്റണം, അവരെ ശാക്തീകരിക്കാൻ കഴിയണം. ആൻഡ് ഫൈൻഡ് എ വേ ടു ഇൻക്രീസ് ദി ഓവറോൾ റവന്യൂ, മൊത്തം വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും കഴിയണമെങ്കിൽ, കഴിയുന്ന ഒരു പദ്ധതി സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇറ്റ് വുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. അത് രണ്ട് വിഭാഗക്കാർക്കും, അതായത് നമ്മളിങ്ങനെ പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്കും റിക്ഷാ പുള്ളേഴ്സിനും ഒരു വിൻ വിൻ പദ്ധതി, വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്, രണ്ടു പേർക്കും വിൻ വിൻ പദ്ധതിയായിട്ട്, സക്സസ്ഫുൾ ആയ പദ്ധതിയായിട്ട് വളർത്താൻ പറ്റും. ഐ ഫേംലി ബിലീവ് ഇൻ സി കെ പ്രഹ്ലാദ്സ് ഐഡിയ. ഞാൻ ശക്തിയായി വിശ്വസിച്ചത് സി കെ പ്രഹ്ലാദൻ എന്നവരുടെ ആശയമായിരുന്നു. എന്താണത്? ദാറ്റ് ബിസിനസ് ക്യാൻ ബി സക്സസ്ഫുൾ, ഏത് വ്യാപാരവും ഏത് ബിസിനസ്സും സക്സസ്ഫുൾ ആക്കി മാറ്റാം ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്, പിരമിഡിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിൽ ഏറ്റവും താഴെ നിൽക്കുന്നവരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഏറ്റവും ദരിദ്രരായ ആളുകളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ബിസിനസ് സക്സസ്ഫുൾ ആക്കാം എന്ന പ്രഹ്ലാദിൻ്റെ, സി കെ പ്രഹ്ലാദ് എന്നവരുടെ ഐഡിയയിലാണ് ഞാൻ വിശ്വസിച്ചത്. സമാൻ വാസ് ഫൈനലി ഫൗണ്ടഡ് ഇൻ 2007 വിത്ത് സീഡ് മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെ 2007 കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഈ ക്യാഷ്, പണം സ്വീകരിച്ചുകൊണ്ട് സമ്മാൻ പദ്ധതി അവസാനം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡിസ്ക്രൈബ് ദി ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ? എങ്ങനെയാണ് സമ്മാൻ പ്രവർത്തിച്ചിരുന്നത്? അതിൻ്റെ ഓപ്പറേഷൻ മോഡൽ എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അദ്ദേഹം പറയാണ്, വെൻ എ റിക്ഷാ പുള്ളർ അപ്രോച്ചസ് സമ്മാൻ. എന്താണ് സമ്മാൻ പദ്ധതി എന്നാണ് പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഒരു റിക്ഷാവലിക്കാരൻ സമ്മാനിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, സമീപിക്കുമ്പോൾ, വി ഫസ്റ്റ് ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്. നമ്മൾ ആദ്യം നടത്തുന്നത് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ദി ഓപ്പറേറ്റർ ഈസ് ദെൻ ഗിവൺ ട്രെയിനിങ് ഓൺ ബേസിക് എറ്റിക്വറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. പിന്നെ ഈ വരുന്നയാൾക്ക് വളരെ ബേസിക്കായ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ, ട്രാഫിക് റൂൾസും പിന്നെ ബേസിക് എറ്റിക്വറ്റ്, അടിസ്ഥാനപരമായ പെരുമാറ്റ രീതികൾ, അതായത് സമ്മാൻ പദ്ധതിയുടെ ഭാഗമായ ID കാർഡോട് കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പെരുമാറ്റ രീതികൾ എന്നത് സംബന്ധിച്ച പെരുമാറ്റ രീതികൾക്കാണ് എറ്റിക്വറ്റ് എന്ന് പറയുക. ദെൻ അത് പഠിപ്പിക്കും. ദെൻ വി അപ്രോച്ച് ദ ബാങ്ക്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാങ്കുകളെ സമീപിക്കും. ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് എ ലോൺ ഫോർ എ ന്യൂ റിക്ഷ. ഒരു പുതിയ റിക്ഷ സ്വന്തമായി വാങ്ങാൻ അവർക്ക് ലോൺ കിട്ടാൻ വേണ്ടി സഹായിക്കും. പ്രീവിയസ്ലി, മുമ്പ് ബാങ്ക്സ് were very reluctant to give loans to this section of the society. സമൂഹത്തിലെ ഈ ആളുകൾക്ക്, ഈ റിക്ഷാ പുള്ളേഴ്സായി നിത്യജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകാർക്ക് വലിയ മടിയായിരുന്നു മുമ്പ്. അവർ റിലക്റ്റൻ്റ് ആയിരുന്നു, അവർ നൽകില്ലായിരുന്നു. നൗ പക്ഷേ ഇപ്പോൾ, സിൻസ് വി സ്റ്റാൻഡ് ആസ് ഗ്യാരൻറ്റേഴ്സ്, ഞങ്ങൾ ഗ്യാരൻറ്റേഴ്സായിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ വഴിയാണ് കൊടുക്കുന്നത് അല്ലേ, അപ്പം നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് ദീസ് റിക്ഷാ പുള്ളേഴ്സ് ഹാവ് ആക്സസ് ടു ക്രെഡിറ്റ്. റിക്ഷാ പുള്ളേഴ്സിന് എന്ത് ചെയ്യാം? അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ തുടങ്ങി. ദ റിക്ഷാ പുള്ളേഴ്സ് ഫീൽ ട്രൂലി എംപവേർഡ്. അപ്പോൾ റിക്ഷാവലിക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർ ശാക്തീകരിക്കപ്പെട്ടതായിട്ട് തോന്നി. എപ്പോൾ? വെൻ ദേ ഡ്രൈവ് ദെയർ ഓൺ വെഹിക്കിൾ, അവരുടെ സ്വന്തം വാഹനം അവർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പം ഞാൻ ഇതുവരെ വാടകയ്ക്ക് എടുത്ത് വാഹനം ഓടിച്ചിരുന്ന പുള്ളേഴ്സിന് സ്വന്തം വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ ഒരു
പവർ കൂടിയതുപോലെ ഒന്നുകൂടെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി. വി പ്രൊവൈഡ് ദ റിക്ഷ പുള്ളേഴ്സ് വിത്ത് ആക്സിഡൻറ്റ്സ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിന് പുറമെ ഈ സമ്മാൻ കമ്പനി തന്നെ എന്ത് ചെയ്യും, ഇവർക്ക് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഈച്ച് ഡ്രൈവർ ഈസ് ഗിവൺ എൻ ID കാർഡ്. എല്ലാ ഡ്രൈവർമാർക്കും ഒരു ID കാർഡ് ഉണ്ട്. ആൻഡ് ഈസ് റിക്വയർഡ് ടു വിയർ എ യൂണിഫോം വൈൽ ഓപ്പറേറ്റിംഗ് ദ റിക്ഷ ഓടിക്കുന്ന സമയത്ത് അവർ കൃത്യമായ ഒരു യൂണിഫോം ധരിക്കുകയും വേണം. ദ റിക്ഷ പുള്ളർ നൗ ബിക്കംസ് എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ റിക്ഷ പുള്ളർ സമ്മാൻ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ പിന്നീട് അവർ പൂർണ്ണമായിട്ടും നമ്മളോട് ലോയൽ ആയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സമ്മാൻ ആദ്യം ഇവരെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സമ്മാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ റവന്യൂസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്? എങ്ങനെയാണ് റിക്ഷാവലിക്കാരുടെ റവന്യൂ കൂടാൻ സമ്മാൻ സഹായിച്ചത്? ഹൗ ഡസ് സമ്മാൻ ഇറ്റ്സെൽഫ് ഗെറ്റ് ഇറ്റ്സ് റവന്യൂ? സമ്മാനിന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇതിങ്ങനെ റിക്ഷ വലിക്കാർക്ക് പിന്നെ ലോൺ എടുക്കാനും സ്വന്തമായി റിക്ഷ വാങ്ങാനും സഹായിക്കും. ഇനി വരുമാനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്തത്? അദ്ദേഹം ആൻസർ പറയുന്നു, സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻഡ് in such a way that they have plenty of space to display advertisements. സമ്മാൻ റിക്ഷകൾ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ സച്ച് എ വേ, ഒരു രൂപത്തിലാണ്. ദാറ്റ് ആ രൂപത്തിലാകുമ്പോൾ ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ്. ഒരുപാട് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഞങ്ങൾ റിക്ഷകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് പ്ലേസ് ദെയർ അഡ്വർടൈസ്മെന്റ്സ് ഹിയർ. ഈ സ്ഥലങ്ങളിലെല്ലാം ലോക്കൽ ബ്രാൻഡുകളും നാഷണൽ ബ്രാൻഡുകളൊക്കെ ഈ റിക്ഷകളിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ദി അഡ്വർടൈസ്മെന്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ്. ഈ പരസ്യ വരുമാനം ഭാഗിച്ചെടുക്കും. എങ്ങനെ? ഹാഫ് ആൻഡ് ഹാഫ് ഇൻ ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്. ഇതിൻ്റെ പകുതി റിക്ഷ പുള്ളേഴ്സിനുള്ളതാണ്, പകുതി സമ്മാൻ ഗ്രൂപ്പിനുള്ളതാണ്. ഓൾസോ റിക്ഷ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ, ഫ്രൂട്ട്, ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. ഇങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്യാം. റിക്ഷകളിൽ വെള്ളം, ജ്യൂസ്, ഫ്രൂട്ട്സ്, മൊബൈൽ കാർഡുകൾ ഇതൊക്കെ വിൽപ്പന നടത്താനുള്ള സൗകര്യവും നൽകി. ഇൻ ദാറ്റ് കേസ് they come to a central rickshaw yard in the morning and load up their wares. അങ്ങനെയാണെങ്കിൽ രാവിലെ അവർക്ക് ഒരു സെൻട്രൽ റിക്ഷ യാർഡ് ഉണ്ട്, റിക്ഷകൾ നിർത്തിയിടുന്ന ഒരു മൈതാനം. അവിടേക്ക് വരാം. എന്നിട്ട് അവിടെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് അവർക്ക് ലോഡ് ചെയ്ത് അവർക്ക് അന്ന് വേണ്ട സാധനങ്ങളൊക്കെ ശേഖരിച്ച് പോവുകയും ചെയ്യാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അങ്ങനെ ആ ദിവസം അവസാനിക്കുമ്പോൾ ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽസ് ഈ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമ്മാൻ. അപ്പോൾ അവർക്ക് ഈ വസ്തുക്കൾ വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റും എന്ത് ചെയ്യണം? സ്പ്ലിറ്റിൻ ചെയ്യണം. രണ്ട് ഗ്രൂപ്പിനുമായിട്ട് പകുതി റിക്ഷ പുള്ളേഴ്സിനും പകുതി സമ്മാൻ ഗ്രൂപ്പിനുമായിട്ട് നൽകണം. ദ മണി ദാറ്റ് റിക്ഷ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിംഗ് ദ പാസഞ്ചേഴ്സ് ഈസ് സോൺലി ദേയേഴ്സ്. യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി യാത്രക്കാരെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി അവരുണ്ടാക്കുന്ന ക്യാഷ്, അതായത് റിക്ഷ ഓടിച്ച് അവരുണ്ടാക്കുന്ന ക്യാഷ് പൂർണ്ണമായിട്ടും അവർക്കുള്ളതാണ്. അതിൽ നിന്ന് സമ്മാൻ ഷെയർ എടുക്കാറില്ല. സമ്മാൻ പിന്നെ സപ്പോർട്ട് നൽകുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഷെയർ അവർ എടുക്കും. ദ റവന്യൂ ഓഫ് അവർ റിക്ഷ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ് 30 to 40%. അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൽ 30 മുതൽ 40% വരെ വർധനവ് റിക്ഷ പുള്ളേഴ്സിനുണ്ടായി. There are several other benefits on which we cannot put a monetary value. ഇതിന് പുറമെ ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും പലപ്പോഴും പണമൂല്യം നൽകാൻ കഴിയില്ല. പണത്തിൻ്റെ മൂല്യം ഉപയോഗിച്ച് അളക്കാൻ കഴിയാത്ത ഒരുപാട് നേട്ടങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സോഷ്യൽ ചേഞ്ച്, റിക്ഷാവലിക്കാർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും, അവർക്കുണ്ടായ ധൈര്യം, അവർക്കുണ്ടായ ഒരു സന്തോഷം, അതുപോലെ അവരുടെ വരുമാനത്തിലുണ്ടായ വർധനവ്, അവരുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ച, ഇതൊന്നും പണമൂല്യം കൊണ്ട് അളന്നെടുക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. റിക്ഷ പുള്ളേഴ്സ് now have a sense of belonging and empowerment. അവർക്ക് ഒരു എംപവർമെന്റ് എന്ന ഫീലിംഗ് ഉണ്ട്, ഒരു ബിലോങ്ങിങ്, അവരുടേത് സ്വന്തമായിട്ടുള്ളത് എന്നൊരു ഫീലിംഗ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് ആൻഡ് their spouses, ഈ റിക്ഷാവലിക്കാരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമാൻ ഗ്യാൻ എന്ന് പേരിട്ട
ഫ്രീ ആയി നൽകുന്ന ഈവനിങ് ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളിൽ ഈ റിക്ഷാവലിക്കാരുടെ കുട്ടികൾക്കും ഭാര്യമാർക്കും പങ്കെടുക്കാം. സമാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹു വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലേബറേഴ്സ്. തൊട്ട് മുമ്പ് വരെ സമൂഹത്തിൽ ഏറ്റവും മോശം ജോലി ചെയ്യുന്ന വർക്കേഴ്സ് മാത്രമായി, ജോലിക്കാർ മാത്രമായി, വിടുപണി ചെയ്യുന്ന ആളുകൾ, ലോക്കൽ പണി ചെയ്യുന്ന ആളുകൾ മാത്രമായി കരുതപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന് അവർ സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന ഒരു ബോധവും ഒരു സ്വത്വബോധവും നൽകാൻ, ഒരു ഡിഗ്നിറ്റിയും അഭിമാനവും നൽകാൻ സമാനിന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻ അഡീഷൻ അതിന് പുറമെ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമാൻ ഇറ്റ് സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. എനിക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട്, സമാൻ എന്ന പദ്ധതിയും ലാഭകരമായിട്ടാണ്. അപ്പം ഞങ്ങൾക്കും ലാഭം ഉണ്ടായിരുന്നു. ഈ മാറ്റങ്ങൾക്കെല്ലാം പുറമെ ലാഭം ഉണ്ടായിരുന്നു. എന്താണ്? ലാസ്റ്റ് ഫിസ്ക്കൽ ഇയർ, അവസാനത്തെ ഈ സാമ്പത്തിക വർഷം എടുത്തു നോക്കിയാൽ വി മെയ്ഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 8 lakh rupees. നമുക്ക് 8 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. ആൻഡ് എ റവന്യൂ ഓഫ് 50 lakh rupees. മൊത്തം വരുമാനം 50 ലക്ഷം രൂപയുടെ വരുമാനത്തിൽ 8 ലക്ഷം രൂപ പ്രോഫിറ്റ് മാത്രമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. മൈ മെൻറ്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ ട്യൂട്ടേഴ്സ്, എന്നെ പരിശീലിപ്പിച്ച ആളുകളെല്ലാം സസ്റ്റൈനബിലിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. പെട്ടെന്ന് വളർത്തി പെട്ടെന്ന് തകരുന്ന സംഭവമല്ല, സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റത്തിനാണ് എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും, എന്നെ ട്രെയിൻ ചെയ്ത ആളുകൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. Next question, does Saman get directly involved in microfinancing? സമാന് മൈക്രോ ഫിനാൻസിൽ പങ്കുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അരമണിക്കൂറോളായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇത് മുതൽ ബാക്കിയുള്ള ഭാഗവും അതിനുശേഷം വരുന്ന പ്രാക്ടീസുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.